കൃഷ്ണദാസ്, ഈ 7-ാം ദിനം നിങ്ങൾ തെരച്ചിലുകാർ എത്തി നിൽക്കുന്ന നിഗമനം എന്താണ്? ആദ്യത്തെ നമ്മുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ, അതായത് ഈ കടയിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ആ മലയുടെ ഭാഗത്തായിരുന്നു. ആ പ്രതീക്ഷ ഇന്ന് വൈകുന്നേരത്തോടെ ഏകദേശം അസ്തമിച്ചു. തുടർന്ന് ഞങ്ങൾ ഇനിയിപ്പോൾ സെക്കൻഡ് പ്രതീക്ഷ ഇരിക്കുന്നത് ഈ ഭാഗത്താണ്. കാരണം ഇതിനകത്ത് റഡാർ പൂർണ്ണമായിട്ട് വിജയകരമായിട്ട് നമുക്കൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമായിട്ട് അതിനവർ പറയുന്ന കാര്യങ്ങൾ, ഇത് വാട്ടർ കണ്ടൻറ്റ് കൂടിയൊരു മണ്ണാണ്. കാരണം ഇത് ലാൻഡ് സ്ലൈഡും കൂടെ വന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് കാരണവും. രണ്ടാമത് നമ്മുടെ മിനറൽസ് ഇതിനകത്തുള്ള പാറകളിൽ, മീൻസ് ഈ മെറ്റൽ പോലുള്ള കുറേ സാധനങ്ങൾ ഈ പാറകളിൽ നമ്മുടെ കേരളത്തെക്കാൾ കൂടുതലുണ്ടെന്ന് ഒരു സംശയം പറയുന്നു. അപ്പോൾ ഇതും കൂടെ, കാരണം അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങൾ എനിക്ക് അത്ര വ്യക്തമല്ല. അവരതുകൊണ്ട് അത് കുറച്ച് വിഷയമുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ നാളത്തെ വലിയൊരു പ്രതീക്ഷയാണ്. ഇപ്പം നാളത്തെ നിങ്ങളുടെ പ്ലാൻ എന്താണ്? ബുദ്ധിമുട്ടിയാലും രഞ്ജിത്ത് ഇസ്രയേലും കൃഷ്ണദാസും ഒക്കെ എന്ത് പ്ലാൻ ചെയ്താണ് നാളെ പ്രതിരോധ രംഗത്തേക്ക് ഇറങ്ങുന്നത്? ഇപ്പോഴും നമ്മൾ ഈ മണ്ണ് കൂട്ടിയിരിക്കുന്ന ഭാഗത്ത് നിന്ന് മണ്ണ് മാറ്റാൻ പറ്റാവുന്നിടത്തെല്ലാം മാറ്റി, അതായത് ആ ചായക്കടയ്ക്ക് പിന്നിലെ നദി എത്തുന്നതിന് മുൻപുള്ള സ്ഥലം അല്ലേ? GPR അതെ അതെ, ആ ഭാഗത്ത് വീണ്ടും GPR വെച്ച് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. നല്ലൊരു പ്രതീക്ഷ നാളത്തേക്ക് ഞങ്ങൾക്കുണ്ട്. പിന്നെ നേവിയുടെ വിഭാഗം നാളെ പുതിയ ഒരു ഡൈവിങ് ചെയ്യുന്ന വിദഗ്ധർ, കുറച്ചുകൂടെ എക്സ്പെർട്ടായിരിക്കുന്ന ആളുകൾ നാളെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പുഴയിലും അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് പിന്നെ തെരയും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണദാസ്, ഈ നേവിയും NDRF-ഉം മറ്റു സംഘങ്ങളും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവരൊക്കെ നിങ്ങളുമായി കൂടി ആലോചിക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്താണോ ഈ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്? അതെ, NDRF നമ്മുടെ കമാൻഡർ ഓഫീസർ നമ്മളുടെ ഷോൾഡർ, അതായത് നമ്മളുടെ തീരുമാനപ്രകാരമാണ്, ഞങ്ങളുടെ തീരുമാനം തന്നെയാണ് ഇവിടെ ഇരിക്കും മണ്ണ് ഇവിടെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ തീരുമാനമാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഷോൾഡർ ഇട്ട് നമ്മൾ അത്രയും അവർ നമ്മളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേവി പിന്നെ വെള്ളത്തിലായതുകൊണ്ട് അവർക്ക് നമ്മളുമായിട്ട് അത്ര കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടില്ല. പിന്നെ ഇന്നലെയാണ് നമ്മുടെ മിലിറ്ററി വന്നിരിക്കുന്നത്. മിലിറ്ററി നമ്മളുമായിട്ട് കൂടി ആലോചിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പം ഞങ്ങളൊരു ടീം വർക്കായിട്ടാണ് പോകുന്നത്. ശരി, ഈ കരയിൽ നിന്ന് ഇതൊക്കെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന ജില്ലാ കളക്ടർ അടക്കമുള്ളവരുണ്ടല്ലോ, അവരൊക്കെ എന്താണ് പറയുന്നത്? നാളെ മുതൽ ഇനി എന്ത് വേണം എന്നാണ്? നാളെ മുതൽ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വാഹനങ്ങളുണ്ട്, അവരുടെ JCB, ഇറ്റാച്ചി എല്ലാം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മണ്ണ് മാറ്റാൻ അവർ നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ശരി, വളരെ ശുഭകരമായ ഒരു കാര്യമാണ്. കാരണം രഞ്ജിത്ത് ഇസ്രയേലിനെയും കൃഷ്ണദാസിനെയും ഒക്കെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാമെന്ന് അവിടെ ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നു. മലയാളികൾ മടങ്ങിക്കോളൂ എന്ന ഉത്തരവിടാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ ഒടുവിൽ അവരത് വേണ്ടെന്ന് വയ്ക്കുന്നു. നിങ്ങൾ തുടർന്നോളൂ എന്ന് തീരുമാനിക്കുന്നു. സൈന്യമടക്കം NDRF അടക്കം കൃഷ്ണദാസുമായും രഞ്ജിത്തുമായും ഒക്കെ ചേർന്ന് തീരുമാനമെടുക്കുന്നുണ്ട്. നിങ്ങളെ കൂടി വലിയ അളവിൽ പരിഗണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമായി നാളെ കൃഷ്ണദാസും രഞ്ജിത്ത് ഇസ്രയേലും നേവിയും മറ്റ് ദുരന്ത നിവാരണ സംഘങ്ങളും ഒക്കെ ചേർന്ന് ചായക്കടയ്ക്ക് പിന്നിലുള്ള നദിയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഇടം വരെ വിശാലമായി മണ്ണ് മൂടിക്കിടക്കുന്ന ഇടത്ത് അർജുന് വേണ്ടി തെരച്ചിൽ നടത്തും. ആ തെരച്ചിൽ വിജയിച്ചു വരും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അർജുൻ വളരെ മനക്കരുത്തുള്ള ആളാണെന്ന് ഒന്നാമത്തെ ദിവസം മുതൽ ഭാര്യയും സഹോദരിയും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ മനക്കരുത്തിൻ്റെ പ്രതീക്ഷയിൽ അർജുൻ നാളെ ലോറിക്കുള്ളിൽ നിന്ന് ഇരുകൈകളും ഉയർത്തി, ക്ഷീണിതനായെങ്കിലും ഇരുകൈകളും ഉയർത്തി പുറത്തു വരും എന്ന് വീണ്ടും ആഗ്രഹിച്ചു പോവുകയാണ്. അപ്പോഴും പറയട്ടെ, ആ കുടുംബത്തിന് സർവ്വപ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എല്ലാം ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഞങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞുവെന്ന് ഇന്ന് ആ അമ്മ പറയുന്നതും നമ്മൾ കേട്ടു. എങ്കിലും രഞ്ജിത്ത് ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ പുഴയിലെവിടെയോ ഉണ്ട്. പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയാണ്.
നാളെ രാവിലെ 8:30 8 ദിവസമാകുന്നു അർജുൻ അപ്രത്യക്ഷനായിട്ട്. പ്രതീക്ഷ ബാക്കി, പ്രതീക്ഷ ബാക്കി, പ്രതീക്ഷ ബാക്കി.